പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ട് പൊതുനിരത്തുകളോ നടപ്പാതകളോ കയ്യേറി പ്രകടനങ്ങളോ ജാഥകളോ നടത്തരുത് എന്ന ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവിലയാണ്. ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കുന്നത് തെറ്റാണോ എന്നൊരു മറുചോദ്യം ഉയർന്നേക്കാം. പക്ഷേ ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നത് സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ഓരോ പൗരന്മാരുമാണ്. സമരങ്ങളും പ്രതിഷേധങ്ങളും കൊണ്ട് വീർപ്പുമുട്ടുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും തീരാ ദുരിതമാണ് മിക്ക ദിവസങ്ങളിലും. ഒരു ഭാഗത്തെ റോഡ് കൈയടക്കിയാണ് പലപ്പോഴും ഇവിടെ പ്രതിഷേധങ്ങൾ നടക്കാറുള്ളത്. ഇതിൽ വലയുന്നതാകട്ടെ ഒന്നുമറിയാത്ത പൊതുജനവും. സമരവേദികളിലെത്തുന്ന രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും പോലും മര്യാദ പാലിക്കാറില്ല. അവരുടെ വാഹനം നിർത്തിയിടുന്നത് നടു റോഡിലാണ്. ആര് ചോദിക്കാൻ? ഇന്നലെ കഴക്കൂട്ടം MLA കടകംപള്ളി സുരേന്ദ്രൻ്റെയും കോവളം MLA A വിൻസെൻറ്റിൻ്റെയും വാഹനങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്നതും ഇങ്ങനെയാണ്. ജനപ്രതിനിധികൾ മറ്റുള്ളവർക്ക് മാതൃകയാകണം എന്ന് പറയുന്നില്ല. പക്ഷേ ഇത്തിരി മര്യാദ കാണിക്കണം.